കേരളം എന്ന് വെച്ചാൽ ദൈവങ്ങളുടെ നാടെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ നാട് കലാപരമായും കായികപരമായും രാഷ്ട്രീയപരമായും ഒക്കെ വളരെ അത്യുച്ച കോടിയിലെത്തി എന്ന് നാം അവകാശപ്പെടുമ്പോഴും മനുഷ്യൻ മൃഗസമാനമായി അധപ്പതിച്ചു കൊണ്ടിരിക്കുകയല്ലേ എന്ന് ന്യായമായി ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്. ഇന്നലത്തെ ദിവസം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ബർത്ത്ഡേ ആഘോഷിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം ഡിസംബർ മാസത്തിന്റെ പ്രത്യേകത. ജനനമെന്ന 3 അക്ഷരത്തിലൂടെ എല്ലാവരെയും കുടുകുടാ ചിരിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ഓരോ മനുഷ്യനും വളരുന്ന ലോകം, വളർത്തുന്ന ലോകം, വളരെ സ്വപ്നങ്ങൾ കണ്ട് വളരുന്ന തലമുറകൾ, പ്രതീക്ഷയോടെ വലുതാക്കുന്ന മാതാപിതാക്കൾ, അവരൊക്കെ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും ഒക്കെ 4 ഭിത്തിക്കകത്ത് ആരോട് പറയണം, എന്തിനു പറയണം എന്നുള്ള ചിന്തയോടെ കണ്ണുനീരോടെ ആയിരിക്കുന്ന അനുഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയരെ, ഈ യാത്രയുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം എവിടെ, എങ്ങനെ എന്നുള്ള ചോദ്യവും അന്വേഷണവും അനേകര് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ പറയുന്നു, എന്റെ പ്രശ്നത്തിൽ നിന്ന് അല്പസമയം മാറി നിൽക്കുവാൻ അല്പം മദ്യം കഴിച്ചാൽ ആശ്വാസമാകും. അങ്ങനെ ചിലര് പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മദ്യം രുചിക്കുന്നു, പിന്നീട് മദ്യം അതിന് അഡിക്റ്റ് ആകുന്നു. അതെ, അങ്ങനെ ആ മദ്യമെന്ന ആ വലിയ ബന്ധനത്തിലൂടെ ബന്ധിക്കപ്പെട്ട് ആ തലമുറ അല്ലെങ്കിൽ ആ കുടുംബം സമൂഹത്തിൽ അതേ ധാരണമായി നശിക്കുന്നു. മദ്യം ആരെയും നന്നാക്കിയ ചരിത്രമില്ല. നമുക്കറിയാം, മദ്യക്കുപ്പി അത് വാങ്ങിച്ചു നോക്കിയാൽ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് മദ്യപാനം ഹാനികരമാണ്. പ്രിയരെ, ആഘോഷങ്ങളാണ്, ആഘോഷത്തിന് കുപ്പിയില്ലെങ്കിൽ ആഘോഷം ആകത്തില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലെ നായ്ക്കളില്ലേ? ഇന്ന് വില കൊടുത്താൽ വാങ്ങിക്കാൻ കിട്ടുന്ന നായ്ക്കളില്ലേ? ഇന്ന് പണ്ടൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബർത്ത്ഡേക്ക് സൈക്കിളോ അല്ലെങ്കിൽ പാവകളോ ഒക്കെ കൊടുത്തോണ്ടിരുന്ന നാട്ടിൽ ഇപ്പൊ ബർത്ത്ഡേക്ക് പട്ടിക്കുഞ്ഞിനെ വരെ കൊടുക്കുന്നു എന്ന് കേട്ട് കേൾവി. കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്ക്